ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോണില്ലേ? എനിക്ക് ഫാമിലിക്ക് റാഹത്തായിട്ട് പോകണ്ടിട്ടോ. ഒരുപാടായില്ലേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം, 18 വയസ്സ് കംപ്ലീറ്റ് ആയ ആർക്കും ചെയ്യാം കേട്ടോ. കുട്ടികൾക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ വീട്ടിലിരുന്ന വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ചെയ്യാം. ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതിട്ടോ. അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ അറിയാത്തവർക്കായിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരു ഉപകാരം എല്ലാവർക്കും ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീട്ടിലിരുന്നിട്ട് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയുള്ള അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കലോട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അയച്ചും കൂടെ കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വരുന്നത് റീസെല്ലിംഗ് ആണ്, ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് ഒരു ബിസിനസ്സും കൂടെയാണ്, ഡ്രസ്സാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോകുമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. ഡ്രസ്സാണ്. നിങ്ങൾക്ക് 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ അടിപൊളിയായിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ മാത്രം ജോലി ചെയ്താൽ മാത്രം മതി. ഡെയിലി നിങ്ങൾക്ക് ഒരു 1000 രൂപ വരെ, 1000 പുറത്ത് വരെ ചെയ്യുന്ന ആളുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു 500, 1000 വരെ ചെയ്യാൻ പറ്റിയുള്ള അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു പൈസ മുതലൊക്കെ ഒന്നുമില്ല. ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം ഒന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ കിട്ടുന്ന ക്യാഷാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു റീസെല്ലിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും എടുത്ത് നോക്കാൻ. പിൻ ചെയ്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മുകളിൽ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഗ്രൂപ്പ്. അപ്പോൾ അതിൽ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെയിലി അതിൽ ഡ്രസ്സിൻ്റെ പോസ്റ്റ് ചെയ്യും. അതായത് ഇന്ന് വരുന്ന എല്ലാ കളക്ഷൻസും ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യും. ഡ്രസ്സ് ഇടും, അതിൻ്റെ കാറ്റലോഗ്, അതിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽ മൊത്തത്തിലുള്ള ഇടും. നെക്സ്റ്റ് കൊടുക്കും, അടുത്ത ഡ്രസ്സ് ഇടും. അങ്ങനെ ഡെയിലി ഇടും. ഡെയിലി ഒരു 500-ൽ പരം ഡ്രസ്സുകൾ നമ്മൾ ഇടാറുണ്ട്. ഒരുപാട് ഡ്രസ്സ് വരും, പക്ഷെ ഒക്കെ കൂടെ ഇടുമ്പോൾ ബുദ്ധിമുട്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഞാൻ ഈ പറയുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടിടുമ്പോൾ ഞാൻ എൻ്റെ കാറ്റലോഗിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് 800 രൂപയുടെ ഡ്രസ്സിൽ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ 800 കൊണ്ടുപോയിട്ടിടരുത്. നിങ്ങളെ മാർജിൻ നിങ്ങൾ കൂട്ടിയിട്ട് വേണം അതിൽ കൊണ്ടുപോയിട്ടിടാൻ. ഒരു 800 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 100, 200 എത്ര വേണമെങ്കിലും കൂട്ടാം. അപ്പോൾ നിങ്ങൾ ഒരു 900 അല്ലെങ്കിൽ 1000 ഇട്ടിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ കൊണ്ടിടുക. നെക്സ്റ്റ് കൊടുക്കുന്ന നെക്സ്റ്റിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയാൽ മതി. പിന്നെ അടുത്ത ഡ്രസ്സ് ഇടുന്ന അതിൻ്റെ കാറ്റലോഗ് അങ്ങനെ ഡെയിലി ഇടാം. നിങ്ങൾക്ക് എങ്ങനെ ആയാലും നല്ല ഡെയിലി ഓരോ ഓർഡറെങ്കിലും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല ഫസ്റ്റ് ഇതിൽ. പിന്നെ നിങ്ങൾക്ക് ഡെയിലി 5-6 ഓർഡർ കിട്ടും. നിങ്ങളെ ഇതിലെ പോലെയാണ്. ഇപ്പോൾ ഒരുപാട് വീട്ടന്മാർ എൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ട് ഡെയിലി 1000-500 കിട്ടുന്നുണ്ട്. അവരെ സന്തോഷം വന്ന് അറിയിക്കുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ആണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും സക്സസ് ആവും. ഞാൻ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ 60 പേരെ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരുപാട് റീസെല്ലേഴ്സും അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് കസ്റ്റമേഴ്സ് കയ്യിലുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാലത്ത് കേസിലാവും. അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് കുറച്ചൊക്കെ ആദ്യമൊക്കെ ചെറുതായിട്ട് തന്നെയാണ് വലുതാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ ഓർഡേഴ്സൊക്കെ ഡെയിലി കിട്ടുന്നുണ്ടാവുള്ളൂ. പിന്നെ അങ്ങ് വലിയതാവും. അപ്പോൾ നിങ്ങൾ ഡെയിലി ഓർഡർ കിട്ടാൻ മെയിൻ ചെയ്യേണ്ടത് ഡെയിലി ഞാനിടുന്ന പോസ്റ്റ് മൊത്തം നിങ്ങളുടെ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കാം, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. അതിനൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ വരുമ്പോൾ എന്നോട് വന്ന് ചോദിക്കുക, ഈ ഡ്രസ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും പിന്നെ ക്യാഷ്, ഞാൻ ഇടുന്ന ക്യാഷ് എനിക്ക് അയച്ചു തരാം. നിങ്ങൾ എത്രയാണോ കൂട്ടിയുള്ളത് നിങ്ങൾ എടുത്തിട്ടാണ് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ എന്ത് കിട്ടും? ക്യാഷ് കിട്ടും, ഒക്കെ കിട്ടും. നമ്മൾ പിറ്റേന്ന് സാധനം ഡിസ്പാച്ച് ആക്കിയിട്ട് ട്രാക്ക് നിങ്ങൾ ഏൽപ്പിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്, ഡിസ്പാച്ചിങ് വരുന്നത്. TTDC പോസ്റ്റൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കസ്റ്റമർ സൗകര്യപ്രകാരം നമ്മൾ ചെയ്യും കേട്ടോ. ഇപ്പോൾ പോസ്റ്റൽ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലെത്തിക്കണം എന്നുണ്ടെങ്കിൽ 7 days പിടിക്കും. പക്ഷേ അങ്ങനെ പോസ്റ്റ് അയച്ചു കൊടുക്കും. TTDC ആകുമ്പോൾ 3 to 4 days മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഓർഡർ കിട്ടാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുക, സ്റ്റാറ്റസ് വെക്കുക, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, ഒക്കെ ചെയ്യട്ടോ. പിന്നെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കസ്റ്റമറെ ഒരുപാട് കൂട്ടുകാർ പറയും, അർഷത്ത നിങ്ങൾ പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരുപാട് പേര് ലെഫ്റ്റ് ആയിപ്പോയി. അങ്ങനെ തന്നെ കേട്ടോ, എല്ലാവരും ലെഫ്റ്റ് ആയിപ്പോകും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നെ ഗ്രൂപ്പിൽ കൊണ്ടുവച്ചിട്ട് പറയാം, പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുമെന്ന് പറയാം. അപ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ആളുകൾ കിട്ടും. പിന്നെ ആളുകൾ അവിടെ നിൽക്കേണ്ട ഒരു ഇത് നിങ്ങളെ കയ്യിലും കൂടിയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല നല്ല കളക്ഷൻസ് പോസ്റ്റ് ചെയ്താലേ ആളുകൾ അതിൽ നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ ഇന്നൊന്ന് പോസ്റ്റ് ചെയ്ത് പിന്നെ ഫസ്റ്റ് ദിവസം നമുക്ക് ഭയങ്കര എനർജി ആവും കേട്ടോ. മൊത്തത്തിൽ പോസ്റ്റ് ചെയ്യും. പിറ്റേന്ന് ആ വൈക്ക് തിരിഞ്ഞു നോക്കില്ല. പിറ്റേന്ന് 1-2 ഇടും. പിന്നെ കസ്റ്റമർ ചോദിക്കുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആർക്കാണെങ്കിലും ഇഷ്ടാവില്ല. അപ്പോൾ ലെഫ്റ്റ് അടിച്ച് പോകും. അപ്പോൾ നിങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യാനും ഞാൻ അയക്കുന്ന ആ സ്പീഡോട് കൂടി നിങ്ങളെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടാനും ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ സ്റ്റോക്ക് ഔട്ട് ആവാതെ നിങ്ങൾക്ക് സാധനം കിട്ടും. ഒരുപാട് കസ്റ്റമേഴ്സിന് എന്നൊരു പറ്റുന്ന ഒരു അമളിയാണ് ഓർഡർ ക്യാൻസൽ ആവുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്നത് കുറേ ദിവസം കഴിഞ്ഞാണ് ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് ഇന്ത്യക്കൊന്നും ഇവിടെ സാധനം സ്റ്റോക്ക് ഔട്ട് ആവും. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള കാര്യം സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ
നിങ്ങൾ ശ്രദ്ധിക്കുക അതൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഓർഡർ കിട്ടാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുക, വേറെ ഒരു വർത്താനമില്ല. ഡെയിലി പോസ്റ്റ് ചെയ്താൽ നല്ല നല്ല ഓർഡേഴ്സ് കിട്ടും. ഡെയിലി നിങ്ങൾക്ക് ഒരു 1000 രൂപ ഉണ്ടാക്കണ്ടേ? എൻ്റെ കൂടെ കൂടിക്കോ. 1 രൂപ പോലും ചിലവില്ലാതെ ഫോണിൽ കളിച്ചിരിക്കുന്ന നേരം മാത്രം മതി കേട്ടോ. ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. കമൻറ്റ് ബോക്സിൽ വേറെ എൻ്റെ നമ്പർ കിട്ടും. അപ്പോൾ അതിൽ തന്നെ എന്നോട് എന്ത് ചോദിക്കാൻ ഒരു ബേജാറും വേണ്ട. ഞാനും ഇതൊക്കെ കണ്ടിട്ടൊക്കെ തന്നെയാണ് നല്ല എത്തിക്കണം. അപ്പം നിങ്ങൾക്കും എന്ത് തന്നെ പ്രോബ്ലം ആണ്, ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അറിയാത്തതോ ഒന്നൊരു മടി വിചാരിക്കാണ്ട് കേട്ടോ, ഒക്കെ വന്ന് ചോദിക്കുക. ഒന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓർഡർ കിട്ടാനുള്ളത്. ഡിസ്പാച്ചിങ്ങിന് ഞാൻ പറഞ്ഞ TTDC പോസ്റ്റലാണ്. അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ അതിലൊന്ന് ജോയിൻ ആയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധമൊക്കെ ഇതിന് ഫുള്ളായിട്ടൊന്നും മനസ്സിലാവില്ല, കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഡ്രസ്സാണ് ബിസിനസ്, ഓൺലൈനിലാണ്, റീസെല്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് 3 to 4 days മതി TTDC ആകുമ്പോൾ. കസ്റ്റമർക്ക് നിങ്ങൾക്ക് അപ്പം തന്നെ ട്രാക്ക് വായിച്ചു കൊടുക്കട്ടെ, അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നതാണ്, ഓർഡർ കിട്ടാനുള്ള മെയിൻ എളുപ്പം തന്നെയാണ് പോസ്റ്റ് ചെയ്യുക. മാക്സിമം പോസ്റ്റ് ചെയ്യുക. ഞാൻ ഇടുന്ന അതേ സ്പീഡിൽ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു തോന്നുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കൂട്ടരൊക്കെ ചോദിക്കുന്നുണ്ട് റിട്ടേൺ ഉണ്ടോ എന്നുള്ളത്. റിട്ടേൺ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ കസ്റ്റമറോട് പറയണം, കയ്യിൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിരിക്കണം. അതിൽ നിങ്ങൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കും കേട്ടോ. അല്ലാത്ത കാര്യത്തിന് സൈസ് ഇഷ്യൂനൊന്നും റിട്ടേൺ ഇല്ല. അത് കസ്റ്റമർ ചൂസ് ചെയ്യുന്ന സൈസാണ് നമ്മൾ അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലിരുന്നിട്ട് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ആയിട്ട് കയറി വരാം. കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ട് കൊടുക്കുക. അതിൽ നിന്ന് കയറി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞൊരു ഒരു മടി വിചാരിക്കേണ്ട. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കാർക്കും ഉപകാരമാവണം എന്നവരൊക്കെ ഉണ്ടാവില്ല, ബുദ്ധിമുട്ടായിരിക്കുന്നവരൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഒരു ഹെൽപ്പ് ആവട്ടെ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു 6 ഇൻറ്റർവ്യൂ ആയെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് വന്നിട്ട് PM ചോദിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഒരു മടിയും വിചാരിക്കേണ്ട. ഞാൻ പിന്നെയും പറയുകയാണ്, ഞാൻ നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഒന്ന് നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ കൂടെ അത്രേ ഉള്ളൂ. ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ കൊടുത്താൽ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.